അത്യാവശ്യം വേണ്ടി ഫോൺ വെച്ചുകൊള്ളുക. ഈ വാട്സപ്പൊക്കെ വിഷമ പിശാചകത്തുള്ളത്, ഫേസ്ബുക്ക് പിശാചകത്ത് കിടക്കുന്നത്. അനേക കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, അനേക പുരോഹിതർ വീണ് പോയിട്ടുണ്ട്, അനേക കന്യാസ്ത്രീകൾ വീണ് പോയിട്ടുണ്ട്, അനേകരെ കൊന്ന പാമ്പിന്റെ പേരാണിത്. ഈ ഫേസ്ബുക്കും വാട്സപ്പും മുന്തം കുറച്ചൊക്കെ ഒക്കെ ദൈവമക്കളെ, പിശാചുമായിട്ട് ബന്ധമുള്ള ഒന്നിന്റെയും അടുത്ത് പോകരുത്. അവന് തല തകർക്കണം. നിങ്ങള് 24 മണിക്കൂർ മൊബൈൽ ഫോണുമായിട്ട് നടക്കരുത്. കളയാമെങ്കിൽ അത് കളഞ്ഞു, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. ഈ ലോകത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ മോഡേൺ പിശാചുകളുടെ പേര് ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്. ഉപേക്ഷിക്കുക. 2000 രൂപ വില കൂടുതൽ, അല്ലെങ്കിൽ 1000 രൂപ കൂടുതൽ വിലയുള്ള ഫോൺ വാങ്ങിക്കരുത്. നിങ്ങൾ അതിൽ കൂടുതൽ വാങ്ങിച്ച കുമ്പസാരിച്ച് 10,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചത് ഉപയോഗിക്കരുത്. ദൈവമക്കളെ, വിഷമ പിശാചായിലൊക്കെ അനേകം വ്യക്തികൾ വീണ്ടും മരിച്ച കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ചൊല്ലുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് നശിച്ചവർ ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കനക്കങ്ങളുണ്ടല്ലോ. ഫേസ്ബുക്കിൽ ഓൺ ചെയ്തൊന്ന് ഓഫ് ചെയ്ത് നമുക്ക് അവിടെ അക്കൗണ്ട് വേണ്ടെന്നേ. ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ കൂടെ നേരത്തെ ഒന്നുമില്ല. അച്ഛൻ എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇയാൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ വിചാരിക്കുക? ഞാൻ കർത്താവിന്റെ കാലത്ത് ജീവിക്കുന്നവനാ, ഞാൻ ഈശോയുടെ കാലത്ത് ജീവിക്കുന്നവനാ, ഞാൻ പ്രവാചകന്മാരുടെ കാലത്ത് ജീവിക്കുന്നവനാ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാലത്ത് ജീവിക്കുന്നവനാ. ഞാൻ ഈ പിശാചിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവനല്ല. പരിശുദ്ധാത്മാവിന്റെ കാലത്ത് നമുക്ക് ജീവിക്കാം, യേശുവിന്റെ കാലത്ത് നമുക്ക് ജീവിക്കാം, വിശുദ്ധന്റെ കാലത്ത് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.